കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു പടം? വീട്ടില് നല്ല ഇഷ്ടപ്പെട്ടു. ആരുടെ അഭിനയം കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. ഫീൽ ഗുഡ് മൂവി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? കോമഡി ഉണ്ട്. പിന്നെ ഫാമിലി. സിജു വിൽസൺ കൃഷ്ണേന്ദൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. ഇഷ്ടപ്പെട്ടു. ഓക്കെ. കോമഡിയാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം മിക്സാണ്. ഇറ്റ്സ് എ മിക്സ്. പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് അതിനെ മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോഴ്സ് എടുത്തിട്ട് അത് ഒരു സോഷ്യൽ മെസ്സേജാണ് ആക്ച്വലി. ഈ മലയാള സിനിമകളെല്ലാം വിജയിക്കാമല്ലോ. അതെ, അപ്പോൾ ഇതൊരു വിജയമായിരിക്കും ഡെഫിനറ്റ്ലി. അതിന്റെ ഒരു പേടിയൊന്നും ഇല്ലാണ്ട് എല്ലാവരും കംഫർട്ട് ആക്കാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. ഈ കഥയിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയാണ്? ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുത്തിരുന്നതായിരുന്നു. പിന്നെ എൻ്റെ അച്ഛനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മൂവി എങ്ങനെയുണ്ടായിരുന്നു? മൂവി എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു മൂവി? സിനിമ നല്ല സിനിമയാണ്. ഞാനും ഭാഗമായൊരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഇപ്പം നടക്കുന്ന സംഭവം. പക്ഷേ അതിനകത്ത് ഇതിലെ താരം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് സോഷ്യൽ. നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടന്റ്, നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിൽ. പുതുമുഖ നായികകളിൽ കൂടിയല്ലോ, അവർക്കുള്ള അഭിനയം വളരെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി പുതുമുഖമാണെന്നും നമുക്ക് തോന്നാത്ത രീതിയിൽ വളരെ നന്നായിട്ട് ആ കുട്ടിയുടെ ക്യാരക്ടറാണ് കുട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിജു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിജുവിൻ്റെ കരിയറിൽ കുറേ നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടെ വേറൊരെണ്ണം കൂടി ആയി. കോമഡി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നല്ലേ? ഇത് കോമഡി മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ്. നമുക്ക് നിങ്ങൾ സിനിമ കാണും, കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാമെന്ന് പറയും. അതാണ് നല്ലത്. ഈ ഒരു ജോലി ഉപ്പുമുളക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഭയങ്കര അപ്ഡേഷൻ. അത് ഇതിൻ്റെ ഇടയ്ക്ക് പറയണം. ഉപ്പുമുളക് തുടങ്ങുമെന്നാണ് അവർ നമ്മൾ വിളിച്ചിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ ബാക്കി വിളിച്ച് സംസാരിക്കുമായിരിക്കും. എല്ലാവരും ഉണ്ടാവുമായിരിക്കും. അതായിരിക്കും. പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വരുന്ന മൂവികൾ എന്റർടൈൻമെന്റ് എലമെന്റ് കുറവാണെന്ന് ഒരു പൊതുധാരണയുണ്ട്. അപ്പൊ അതിനോട് എത്രമാത്രം എങ്ങനെ ഇത് ഈ സിനിമ എന്താണ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്? എന്റർടൈൻമെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറയാം, എന്റർടൈൻമെന്റിൽ കൂടുതൽ നമ്മളുടെ ഒരു അവബോധം നമുക്ക് തലച്ചോറിലേക്ക് ഒരു നല്ല മെസ്സേജ് ആണ്. എന്റർടൈൻമെന്റ് മാത്രമാണ് വിചാരിച്ചത്. സിനിമ എന്ന് പറയുന്നത് പലതും കൂടി ചേർന്നിട്ടാണ്. എന്റർടൈൻമെന്റ് ഉണ്ട്, പലതും ഉണ്ട്. ചിന്തിക്കാനുണ്ട്. ശരിക്കും ചിന്തിക്കാനുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇപ്പൊ ഓണം വരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ ആ സമയത്തൊരു വ്യക്തിക്ക് കണ്ടു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഇറങ്ങി പോരാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇങ്ങനെ ഒരു പിന്നെ നല്ലതായിരിക്കും. ഓക്കെ. ലാൽജിനകത്ത് വേഷം ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെറിയൊരു വേഷം അമ്മയായിട്ടാണ്. ഓക്കെ. നന്നായിട്ട് ചെയ്തെന്ന് തോന്നുന്നു. നന്നായിട്ട് ചെയ്യാൻ സാധിച്ചെന്ന്. പിന്നെ ഓക്കെ. താങ്ക് യു.